ഈ കർഷകരെയും വെറുതെ വിടാത്ത കള്ളന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആലപ്പുഴ വയലാറിലാണ് സംഭവം. വയലാറിലെ യുവ കർഷകന്റെ തോട്ടത്തിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ തണ്ണിമത്തനും വെള്ളരിക്കയുമാണ് ഈ കള്ളന്മാർ കട്ടുകൊണ്ടുപോയത്. വയലാറിലെ മുക്കണ്ണൻ കവലയിലുള്ള കൃഷിയിടത്തിൽ നിന്നാണ് തണ്ണിമത്തനും കുക്കുംബറും മോഷണം പോയത്. വിളഞ്ഞു പഴുക്കാറായ തണ്ണിമത്തനെല്ലാം കൊണ്ടുപോവുകയും പാകമാകാത്തത് ഉപേക്ഷിക്കുകയും ചെയ്തു. യുവ കർഷകനായ നന്ദകുമാർ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് വിളയിച്ച ഉൽപ്പന്നങ്ങളാണ് കള്ളൻ കട്ടുകൊണ്ടുപോയത്. കുഞ്ഞു കുഞ്ഞു തീരെ പൊടിക്കായകൾ വരെ ചവിട്ടി നശിപ്പിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവിടെ ചെയ്ത സംഭവം. നമ്മുടെ ഒരു 2-2 ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിച്ച കൃഷിയാണ്. ഇത് നശിപ്പിച്ച് ചെടികളുടെ ആരോഗ്യമൊക്കെ പൂർണ്ണമായും നശിച്ച രീതി. സ്ഥലത്ത് നിന്ന് കള്ളന്മാരുടേതെന്ന് കരുതുന്ന ടോർച്ച് ലഭിച്ചിട്ടുണ്ട്. പരിസരം നല്ലപോലെ അറിയാവുന്ന ആളുകളാണ് മോഷ്ടാക്കളെന്നാണ് നിഗമനം. ചേർത്തല പോലീസ് കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണനുണ്ട്. രഘുനാഥ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടോ? ഇത് ആരാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്നോ മറ്റോ? കാര്യമല്ല, നഷ്ടപ്പെടുന്നവന് മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ. മറ്റുള്ളവൻ എത്ര ചെറുതാണെന്ന് തോന്നുമെങ്കിൽ 1 രൂപയാണെങ്കിൽ പോലും നഷ്ടപ്പെടുന്നവന് മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ. ഇവിടെ നന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കർഷകനാണ്. അയാൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ ഉപേക്ഷിച്ച് വന്ന് കൃഷി തുടങ്ങിയ ആളാണ്. അദ്ദേഹം പാട്ടത്തിനെടുത്ത് തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യുന്നത് വലിയ റിസ്ക്കാണ്. ആ റിസ്ക് എടുത്ത ഒരു ചെറുപ്പക്കാരനെയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ പണമോ സ്വർണമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോക്കറ്റ് വെക്കുക അല്ലെങ്കിൽ ഒളിപ്പിച്ചൊക്കെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ ഒരു 10-100 കിലോയൊക്കെ തണ്ണിമത്തൻ ഗ്രാമത്തിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവരായിരിക്കണം. ആ സ്ഥലത്ത്, കാരണം നമുക്കറിയാം ഈ കൃഷിയിടങ്ങളിലൊക്കെ പൊതുവെ ആളുകളുടെയൊക്കെ നോട്ടം ചെല്ലുന്ന സ്ഥലമാണ്. എന്ന് മാത്രവുമല്ല, ഇത്രയും വലിയ ചാക്ക്, അതായത് എത്ര ചാക്ക് വേണ്ടി വരും ഈ തണ്ണിമത്തൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പരിചിതമായ ആളുകളായിരിക്കാം ഇത് ചെയ്ത്. എന്തായാലും വളരെ മോശമായി പോയി. നാടിനാകെ അപമാനമാണ്. ഒരിക്കലും മോഷണം, ഏതെങ്കിലും രീതിയിലുള്ള മോഷണം നല്ലതാണെന്നല്ല പറയുന്നത്. പക്ഷേ ഏത് മോഷണമാണെങ്കിലും കുറ്റകരമാണ്, തെറ്റാണ്. പക്ഷേ ഈ കർഷകനോട് കാണിച്ചത് കൊടും ക്രൂരതയായിപ്പോയി. അയാളുടെ സ്വപ്നങ്ങളാണ് മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന് നമുക്ക് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാം. ഒരിക്കലും ഇത് പോലീസാണ് ഇതിനകത്തൊരു കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത്. കാരണം നമുക്ക് ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ തെങ്ങും പ്ലാവും മാവും ഒക്കെയുണ്ട്, ചീരയൊക്കെ. ഇപ്പോൾ ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇനിയൊരു ചീര സീസണാണ്. വീടുകളിലൊക്കെ ചീരയുണ്ട്. അത്തരത്തിൽ കർഷകർ ചെറിയ വരുമാനമൊക്കെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇത്തരത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അവരെങ്ങനെ ജീവിക്കും? നാടിൻ്റെ അവസ്ഥ എന്താവും? എന്തായാലും ഈ ചെറുപ്പക്കാരന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് ലോണൊക്കെ എടുത്താണ് കൃഷി ചെയ്തത്. ആ കൃഷിയൊക്കെ ചെലവിനും ബാങ്ക് ലോൺ അടയ്ക്കാനും ഒക്കെയുള്ള പണമായിരുന്നു ഈ തണ്ണിമത്തനും കുക്കുംബറും ഒക്കെ വിറ്റ് കിട്ടേണ്ടത്. അതൊക്കെ നഷ്ടമായിരിക്കുന്നു. പോലീസ് അടിയന്തരമായി ഇടപെട്ട് ഈ കള്ളനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, കള്ളന്മാരാരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കർഷകരെ പോലെയുള്ള വളരെ സാധാരണക്കാരായ മനുഷ്യരെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ കള്ളന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രേഖ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു മോഷണമായി നമുക്കിനി കാണാൻ കഴിയില്ല. ഒരു യുവ കർഷകന്റെ സ്വപ്നങ്ങളാണ് കട്ടുകൊണ്ടുപോയത് എന്ന് വേണം പറയാൻ.